ദൈവതിരുസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ സംരക്ഷിച്ച സംരക്ഷണത്തിന് സ്തുതി പറയുന്നു. ഈ മധ്യാഹ്നം പിന്നിട്ട നാഴികയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം തന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും അങ്ങ് ഞങ്ങളെ കാണുന്നത് കൊണ്ടുമാണല്ലോ ഞങ്ങളെ ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നത് വഴിയായി ഞങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും സകല വഴിയിലും സകല വിധത്തിലുമുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെടുവാനും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പാനും വചനത്തെ ഉൾക്കൊള്ളുവാനും കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുവാനും പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിൽ കർത്താവിന്റെ ശരീരത്തിന് ചേർന്ന രീതിയിൽ ജീവിക്കുവാനും ഇന്നലെ രാത്രി കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ ദൈവമായ കർത്താവിലുള്ള വിശ്വാസത്തിൽ വളർന്ന് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഇടറിപ്പോകാതെ സഭയുടെ ശരീരത്തിന്റെ ഭാഗമായി മാന്യതയോടുകൂടെ ജീവിച്ച് ജയകരമായ ജീവിതം നയിപ്പാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും വലിയ കൂട്ടായ്മയിൽ ഞങ്ങളെ ബ്ലസ് ചെയ്യണമേ. സകല പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഒരു മനുഷ്യ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുമ്പോഴാണ്. ഇന്നലെ നമുക്ക് പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം, എന്തുകൊണ്ടാണ് നാം പതറിപ്പോകുന്നത്, നാം ഇടറി വീഴുന്നത്? വിശ്വാസമില്ലാത്തത് കൊണ്ട്, ദൈവവചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, ദൈവവചനം വിശ്വസിച്ച് ജീവിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ യേശുവിനെ ധ്യാനിക്കുക. യേശുവിനെ ധ്യാനിച്ചാൽ ഓരോരുത്തർക്കും വിശ്വാസം ജനിക്കും. യേശുവിനെ ധ്യാനിക്കുക, യേശുവിനെ നോക്കുക. എന്തുകൊണ്ടാണ്? അവനാണ് നായകൻ, ലീഡർ. യേശുവാണ് മുമ്പേ പോയവൻ, വഴി, സത്യം, ജീവൻ. അവനാണ്. അവനിൽ നോക്കുമ്പോൾ എന്തുകൊണ്ട് വിശ്വാസം വരുന്നു? യേശുവിനെ നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് വേണ്ടി പീഡാസഹനങ്ങളേറ്റ് മരണത്തെ സ്വീകരിച്ചപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യന് കീഴടക്കാൻ പറ്റാത്തതായ പരാജയമാണ് മരണം. ആ മരണത്തെ സ്വീകരിച്ച് അത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ തമ്പുരാൻ വിശ്വാസത്തിന് നായകനാകുന്നു. ആ കർത്താവിനെ നോക്കുന്നവൻ ഒരു നാളും മരിക്കാതെ നിത്യജീവൻ അവകാശമാക്കുവാൻ തക്ക രീതിയിൽ വിശ്വാസം ജനിച്ചവനായി മാറുന്നു. നോക്കുക, പൂർത്തീകരിക്കപ്പെടാത്ത ചിന്തകളിലൂടെയാണ് ജനം പോകുന്നത്. കാരണം എന്ത് കണ്ടുപിടുത്തങ്ങൾ വന്നാലും എത്ര ശാസ്ത്രം വലുതായാലും മരണമെന്ന യാഥാർത്ഥ്യത്തെ തോൽപ്പിക്കുവാൻ ലോകമുള്ള കാലം ആർക്കും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ മരണത്തെ ജയിച്ചവൻ കർത്താവായ യേശു ക്രിസ്തുവായതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ പരാജയ ഭാഗങ്ങളെ പൂർത്തീകരിച്ചത് ക്രിസ്തുവാണ്. 2 ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വിശ്വാസം വർദ്ധിക്കുവാനും ഒരു കംപ്ലീറ്റ് ലൈഫ് ലഭിക്കാനുമായി
ഒരു പൂർണ്ണതയുടെ ജീവിതം ലഭിപ്പാനുമായി യേശുവിനെ ധ്യാനിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന ജനസമൂഹത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവിൽ ബലപ്പെടുവാൻ ഇവരെ അഭിഷേകം ചെയ്യണമേ. യേശുവിൽ വളരുവാൻ, വിശ്വസിക്കുവാൻ, അനുഗ്രഹമാകുവാൻ കർത്താവിന്റെ നാമത്തിൽ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം യേശുവിന്റെ രക്തത്തിലേക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവും നിത്യനും പരിശുദ്ധനുമായ ദൈവമേ, നീ ഞങ്ങൾക്ക് ഒരുക്കിയ നന്മയ്ക്കായി നന്ദി പറയുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് സകല രീതിയിലുള്ള പൈശാചികമായ ബാധകളും ബന്ധനങ്ങളും കെട്ടുകളും പൊട്ടപ്പെട്ടു പോകട്ടെ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായും നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദിവസവും 2 ശുശ്രൂഷകൾ, ഉച്ചയ്ക്ക് 2 മണിയുടെയും വൈകുന്നേരം 8 മണിയുടെയും പ്രാർത്ഥന. നിങ്ങൾ ഒരുമിച്ച് പങ്കുചേരുക. നഷ്ടമല്ലാതെ ജീവിതത്തിന്റെ നഷ്ടമൊന്നും വരാതെ ജീവിതത്തിന്റെ എല്ലാ സമയവും അനുഗ്രഹമാക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല ജനത്തോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഹല്ലേലൂയ.